രാജേഷ് ഡോക്ടറിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല നടീനടന്മാരുമായിട്ടുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നടി പാർവതിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമാ മേഖലകളിൽ, അതായത് എനിക്ക് തോന്നുന്നു പക്ഷേ അവതാരകൻ്റെ ചോദ്യത്തിനായിരിക്കും, സിനിമാ മേഖലകളിൽ പ്രതിഫലം തുല്യമായിട്ടോ അല്ല. അവർ പറയുന്ന ഈ അമ്മ സംഘടന അവരുടെ WCCയുടെ അഭിപ്രായമല്ല, അവരുടെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞിട്ട് അവരതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, ഇത് നമ്മൾ പറയുന്ന ഒരു സർക്കാർ കാര്യമല്ല, ഒരു സ്വകാര്യ വ്യക്തി എവിടുന്നെങ്കിലുമൊക്കെ ലോൺ എടുത്തോ, അതായത് കടം വാങ്ങിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന കണക്ക് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടി, എല്ലാവരും സമ്പന്നരായിട്ടുള്ള ആൾക്കാരല്ല സിനിമാ മേഖലകളിലേക്ക് കടന്നു വരുന്ന നിർമ്മാതാവ് എന്ന് പറയുന്നത്. ആ നിർമ്മാതാവ് പല രീതിയിലും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസ അയാൾ വലിയ ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമ നിർമ്മിക്കാനോ ഒക്കെ ഉള്ള അയാളുടെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് സിനിമയിലേക്ക് പണം മുടക്കുന്നത്. അവിടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും കൊടുക്കുന്ന രീതിയിലുള്ള പ്രതിഫലവും നായിക നടിക്ക് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന വേണമെന്ന് പറയുമ്പം എന്ത് യുക്തി അതിനകത്തുള്ളത്, എന്ത് അടിസ്ഥാനമായിട്ടുള്ളത്? ഇതൊരു മാർക്കറ്റാണ്. സിനിമയെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എനിക്ക് വിപണിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് സിനിമയെന്ന് പറയുന്നത്. അതായത് ഈ വിപണി കൊണ്ടുവന്ന് ഏറ്റവും നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ സിനിമ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു നിർമ്മാതാവ് ഇറങ്ങുന്നത്. ഇപ്പം ഈ പറയുന്ന കണക്ക് അയാൾക്ക് മുടക്കുന്ന പൈസക്കനുസരിച്ചുള്ള ലാഭം അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കുമോ? ഈ വാദിക്കുന്നവരും പറയുന്നവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം ഒരു സർക്കാർ സംവിധാനമാണെങ്കിൽ ഒരു പലചരക്ക് കടയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു സർക്കാർ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടിസ്ഥാനമായിട്ടുള്ള ഒരു എമൗണ്ട്, ഒരു 10,000 രൂപ അല്ലെങ്കിൽ 11,000 രൂപ ഒരു അടിസ്ഥാന ശമ്പളമായിട്ട് അവർ നിശ്ചയിക്കും. അത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഒരു സർക്കാരിൻ്റെ ഒരു മാനദണ്ഡത്തിൻ്റെ പുറത്ത് നിശ്ചയിക്കുന്നത്. ഇതിപ്പോൾ സിനിമാ മേഖലകളിൽ നിശ്ചയിക്കാൻ സർക്കാരിന് സാധ്യമാവുന്ന കാര്യമാണോ? അതായത് സിനിമാ മേഖലകളിൽ ഓരോരുത്തരുടെയും പ്രതിഫലം എത്രയാണ്? ഇപ്പോൾ ഒരു നടിയുടെ അടിസ്ഥാന ശമ്പളം 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 5 കോടി എന്ന് നിശ്ചയിക്കാൻ സർക്കാരിന് സാധിക്കുമോ? ഒരിക്കലും യുക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കുന്ന കാര്യമല്ല. ഇപ്പം അതുപോലെ സർക്കാർ ഓഫീസുകളിൽ നമുക്കറിയാം, സർക്കാർ ഓഫീസുകളിൽ ഇപ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഒരു ഗ്രേഡിന് അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഒരു സ്കെയില് കാണും, സാലറി സ്കെയില്. അത് ആ പറയുന്ന ആ സ്കെയിലുള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു സ്കെയിലിനുള്ളിലായിരിക്കും. പിന്നെ അവരുടെ സർവീസ് കൂടുന്നതനുസരിച്ച് അവർക്ക് ഇൻക്രിമെൻറ്റ് കിട്ടും. അത് ഈ സിനിമാ മേഖലകളിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ എടുക്കാം. ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ ഒരു ന്യൂറോ സർജൻ ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ, അവിടുത്തെ ഒരു പുരുഷ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനുമാണ്. ഈ പ്രഗത്ഭയായിട്ടുള്ള ന്യൂറോ സർജൻ എന്ന് പറയുന്ന സ്ത്രീക്ക് കൊടുക്കുന്ന ശമ്പളം ഈ പറയുന്ന കണക്ക് ഈ പുരുഷനായിട്ടുള്ള ഫിസിഷ്യന് കിട്ടുമോ? ഒരിക്കലും ഇല്ല എന്ന് നമുക്കറിയാം. കാര്യം ഈ പറയുന്ന കണക്ക് ഒരു ന്യൂറോ സർജൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, അവരെ പോലെ ഉയർന്ന വലിയ രീതിയിൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പൈസ ഒരു ഫിസിഷ്യനോ ഒരു ENT സ്പെഷ്യലിസ്റ്റിനോ കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ പുരുഷനോ സ്ത്രീയോ എന്നുള്ള വ്യത്യാസമല്ല, അവരുടെ ഈ പറയുന്ന ആ ഹോസ്പിറ്റലിന് എന്ത് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കും, അവർക്കാണ് കൂടുതൽ തുക ഹോസ്പിറ്റലിൽ നിന്ന് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. കാര്യം ഹോസ്പിറ്റൽ ഒരു ബിസിനസ്സാണ്. ഒരു ബിസിനസ്സിലേക്ക് പണം മുടക്കി കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഫലം തിരിച്ചു കിട്ടണം. അതുപോലെ നമുക്കൊരു വക്കീലിനെ എടുക്കാം. ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭയായിട്ടുള്ള വക്കീലാണോ അവർക്കാണ് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കുന്നത്. അല്ലാതെ അവിടെ ഈ പറഞ്ഞ കണക്ക് ഒരു സ്ത്രീയായിട്ടുള്ള ഏറ്റവും വലിയ വക്കീലിന് കൊടുക്കുന്ന തുക അത്ര വലിയ പ്രാക്ടീസ് ഇല്ലാത്ത ഒരു പുരുഷ ലോയർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമോ? അങ്ങനെ പറയാൻ പറ്റുന്ന സാധ്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് എത്ര മുടക്കണം, ആ മുടക്കി കഴിഞ്ഞാൽ എന്ത് തിരിച്ചു കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമാ മേഖലകളിൽ ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. ഇപ്പം മമ്മൂക്കയും ലാലേട്ടനെയും അല്ലെങ്കിൽ ദിലീപിനെയും അല്ലെങ്കിൽ ദുൽഖറിനെയും പൃഥ്വിരാജിനെയും പോലെ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നായിക നടി നമുക്കിവിടെ ഉണ്ടോ? ഇപ്പം ഐശ്വര്യ റായിയെ പോലെ അല്ലെങ്കിൽ അനുഷ്ക ഷെട്ടിയെ പോലുള്ളൊരു നടി ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു നായകൻ, നമുക്കൊരു അർജുൻ അശോകൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആസിഫ് അലി എന്ന് പറയാം. ഇവർ എല്ലാവരോടും ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ അനുഷ്ക ഷെട്ടി എന്ന് പറയുന്ന നടിക്കും ഐശ്വര്യ റായി എന്ന് പറയുന്ന നടിക്കും കൊടുക്കുന്ന അതേ പ്രതിഫലം ഈ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആസിഫ് അലി എന്ന് പറയുന്ന നടനും അർജുൻ അശോകൻ എന്ന് പറയുന്ന നടനും കൊടുക്കുമോ? അങ്ങനെ കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവരുടെ മാർക്കറ്റിനനുസരിച്ചിട്ടാണ് ഒരു പ്രൊഡ്യൂസർ ഓരോരുത്തർക്കുള്ള വേതനം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം പാർവതി നായികയായിട്ടുള്ള എത്ര സിനിമകൾ ഇവിടെ പാർവതിക്ക് ഒരു വലിയ വിജയമാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള രീതിയിൽ എത്ര പ്രേക്ഷകരെ ആദ്യ ദിനങ്ങളിൽ അവർക്ക് തിയേറ്ററിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതൊന്നും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവരെ കൊണ്ടെന്ന് മാത്രമല്ല ഇവിടുത്തെ ഒരു നായിക നടിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരു സിനിമ ഒരു വലിയ വിജയമാക്കി എത്തിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കൊരു ക്രൗഡ് പുള്ളർ എന്നുള്ള രീതിയിൽ പ്രേക്ഷകനെ തിയേറ്ററിൽ എത്തിക്കാനോ ഇവർക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ ഇതൊന്നും സാധിക്കാതെ എനിക്കും വേണം വലിയ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. ആവശ്യപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിന് ഈ പറഞ്ഞ കണക്ക് അങ്ങനെയുള്ള ആരെങ്കിലും പറയുമ്പം ഈ വിവരമുള്ള മാധ്യമങ്ങൾ അതിനകത്ത് കൂടുതൽ ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ചർച്ച നടത്തുന്ന ആളുകളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഈ കുറവുള്ള പൈസ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാവണം, ഒരു സാമൂഹിക നന്മ എന്നുള്ള രീതിയിൽ കൂടെ. അപ്പോൾ പണം മുടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് തിരിച്ചു കിട്ടുന്നത്, അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതങ്ങനെയാണ്. ഇപ്പം ഈ പറയുന്ന ചാനലുകളിൽ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നവർ അവരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? അവർക്ക് അവിടെ ഈ സ്ത്രീ ആയാലും പുരുഷനായാലും നന്നായിട്ട് ആങ്കർ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് വലിയ പ്രതിഫലം കൊടുത്തവരെ വെക്കും. അത് അത്രയും ഇല്ലാത്ത ഒരു പുരുഷന് ആ സ്ത്രീക്ക് കൊടുക്കുന്ന അതേ പൈസ ആ ചാനലുകാർ കൊടുക്കുമോ? ഇല്ല. അതുകൊണ്ട് തെറ്റായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിതിരിച്ച് വിടാതിരിക്കുക. താങ്ക് യു.